മാക്സിമം ചിരിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഇവിടെ വരിക, ചിരിക്കുക, കളിക്കുക, പോവുക, അങ്ങനെയാണ്. ഹായ്, ഐ എം ശ്വേത ഗോപൻ. ഞാൻ പഠിക്കുകയാണ്. ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ബ്രേക്ക് ഒക്കെയാണ്. അതുകൊണ്ട് ഐ ഹാഡ് ടു ഇൻക്രീസ് മൈ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൈ ഡാൻസിങ്. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ എനിക്കെല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മെയിൻലി വന്നത്. ഞാൻ ഇവിടെ ഫിറ്റ്നസ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. വന്നതിന് ശേഷം ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്രേക്കിൽ നിന്ന് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് വരാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിലൂടെ ഫ്ലെക്സിബിലിറ്റി ആയാലും സ്റ്റാമിന ആയാലും എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ നമ്മൾ കളിക്കുമ്പോൾ ഇൻഹിബിഷൻ അത് മാറാൻ ഇവിടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസിലുള്ള കോൺഫിഡൻസും പിന്നെ എൻ്റെ സ്റ്റൈല് വേറെ ഇതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഒരു സ്റ്റൈല് ഡിഫറൻസ്, നല്ല കോൺഫിഡൻസോട് കൂടെ കളിക്കാനും എല്ലാവരും ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസോട് കൂടെ കളിക്കാൻ, എൻജോയ് ചെയ്ത് കളിക്കാൻ, ചെറിയ സ്റ്റെപ്സിലൂടെ അധികം ടഫ് അല്ലാതെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ് ഇവിടെ മെയിൻലി എനിക്ക് വന്നിട്ട് ഫീൽ ചെയ്തൊരു ഡിഫറൻസ്. നമ്മുടെ സ്റ്റുഡിയോ എക്സ്പീരിയൻസ്, ഫാക്കൽറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ടോപ്പ് നോച്ചാണ്. കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ ഫാക്കൽറ്റി സ്റ്റുഡൻസ് എന്നുള്ളവർ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കമ്പനിയാണ്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്ഫുള്ളാണ്. ഒരു സ്റ്റെപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസോട് കൂടെ നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ച്, ഒരാൾ മാറി നിൽക്കുകയാണ്, ചെറിയൊരു ഇൻഹിബിഷൻ കൊണ്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറി നിൽക്കാൻ സമ്മതിക്കാതെ എല്ലാവരും പിടിച്ച് വെച്ചുകൊണ്ടത് മാക്സിമം ചിരിച്ച് ഇവിടെ വരിക, ചിരിക്കുക, കളിക്കുക, പോവുക, അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് എൻവോൾവ്മെൻറ്റ് ടു അതേഴ്സ്. ബിക്കോസ് നമുക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണെങ്കിലും ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഏത് ഏജ് ആയാലും ദിസ് വിൽ ബി ദി ബെസ്റ്റ് പ്ലേസ് ഫോർ യു. ബിക്കോസ് അവരെ എല്ലാവരെയും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യും. അത് കുട്ടികളും വലുത് അങ്ങനത്തെ ഒരു രീതി അല്ലാതെ എല്ലാവരും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, എല്ലാവരും ഒരുപോലെ കാണുകയും ചെയ്യും, എല്ലാവർക്കും പറ്റുന്ന പോലെ അവർ പഠിപ്പിക്കുകയും ചെയ്യും. വിച്ച് ഇസ് ലൈക്ക് ദ ബെസ്റ്റ് തിങ് എവർ.